രക്ഷയുടെ പാതയിൽ പ്രേക്ഷിതരായി തീരാൻ വിശ്വാസ ജീവിത പരിശീലനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 11ാമത്തെ പാഠം പഠിച്ചു തുടങ്ങുകയാണല്ലോ. നമുക്ക് പ്രാർത്ഥനയിലൂടെ ഈ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സാക്ഷികളും പ്രേക്ഷിതരുമായി തീരാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. അങ്ങയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ യഥാർത്ഥ പ്രേക്ഷിതരായി തീരാൻ ആവശ്യമായ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുട്ടികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 10ാം പാഠം പഠിച്ചു. ഇന്ന് 11ാം പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. നമുക്ക് 10ാം പാഠത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ മാതൃസഭയാകുന്ന സീറോ മലബാർ സഭയെക്കുറിച്ചും ആ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷിത തീഷ്ണതയെക്കുറിച്ചും സഭയുടെ പ്രേക്ഷിതപരമായ മാനങ്ങളെക്കുറിച്ചും ഒക്കെയാണല്ലോ. 11ാം പാഠത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷിതത്വം കുടുംബജീവിതത്തിലൂടെ എന്ന പാഠം നമ്മൾ പഠിക്കുകയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, സഭയുടെ വിശുദ്ധി പടർന്ന് പന്തലിച്ചത് കുടുംബ പ്രേക്ഷിതത്വത്തിലൂടെയാണ്. നമ്മുടെ സഭയുടെ വിശുദ്ധരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി വിശുദ്ധ അൽഫോൻസാമ. പരിത്രാണകനാമീശോ പോരുക, മാനസപ്പൂവാടിയിൽ പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശിയെന്നും വാഴുക, സൂര്യദീപ്തി ചിന്തിയെന്നും വാഴുക. സ്വന്തം അമ്മ നഷ്ടപ്പെട്ട അന്നക്കുട്ടി വല്യമ്മയുടെയും പേരമ്മയുടെയും കുടുംബത്തിൽ നൽകിയ വിശ്വാസ പരിശീലനത്തിൻ്റെ പാതയിലൂടെ വളർന്ന് ഒരു പുണ്യവതിയായി. വിശുദ്ധ ചാവറയച്ചൻ സഭയിലെ ഏറ്റവും വലിയ കുടുംബ പ്രേക്ഷിതൻ. ഒരു നല്ല അച്ഛൻ്റെ ചാവരുകളിലൂടെ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ വലിയ ധ്വനികൾ നമ്മുടെ ഹൃദയത്തിൽ ആ വിശുദ്ധൻ മുഴക്കിയില്ലേ? വിശുദ്ധ യവുപ്രാസ്യാമ്മ പ്രാർത്ഥനയിലൂടെ കുടുംബങ്ങളെ പ്രേക്ഷിത ചൈതന്യത്തിലേക്ക് വളർത്താൻ ആ പുണ്യവതിയുടെ പ്രാർത്ഥന മരിച്ചാലും മറക്കില്ലേട്ടോ എന്ന ചിന്തകളൊക്കെ കുടുംബങ്ങളിൽ പ്രതിധ്വനിക്കുന്നത് ആ പ്രേക്ഷിത ചൈതന്യം കൊണ്ടാണ്. ഇനി വീണ്ടും വിശുദ്ധ മറിയം ത്രേസ്യ, സഭയിന്ന് ഗാർഹിക സഭയുടെ പ്രവാചിക എന്നൊക്കെയും വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഭയുടെ പ്രേക്ഷിത ചൈതന്യം വളർന്ന് പന്തലിച്ചത് ഈ വിശുദ്ധർക്ക് ലഭിച്ച കുടുംബജീവിതത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, നമ്മൾ ഈ കുടുംബ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇത് കുടുംബവർഷത്തിലാണ്. കാരണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ വർഷത്തെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ സഭ ഇത് കുടുംബവർഷമായിട്ട് ആഘോഷിക്കുകയാണ്. പരിശുദ്ധ പിതാവ് കുടുംബവർഷമായി ഈ വർഷത്തെ പ്രഖ്യാപിക്കുമ്പോൾ പിതാവിൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്ത പരിശുദ്ധ പിതാവിൻ്റെ അപ്പസ്തോലിക ആഹ്വാനമാകുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം, ദി ജോയ് ഓഫ് ലവ്, ഈ പുസ്തകത്തെ പഠിക്കാനും ഗ്രഹിക്കാനും എല്ലാ കുടുംബങ്ങൾക്കും ഇടയാകണം എന്നുകൂടി പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകം ആരംഭിക്കുന്നത്, ഇതിൻ്റെ 1ാം ഖണ്ഡിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്: കുടുംബങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അത് സഭയുടെ സന്തോഷമാണ്.
ആദിമസഭയുടെ ആരംഭത്തിൽ കുടുംബസമേതം മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ പ്രേക്ഷിതരായി തീർന്ന പല കുടുംബങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പരിചയപ്പെടാനാവും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നു കൊർന്നോലിയോസിൻ്റെ കുടുംബം. വിശുദ്ധ പത്രോസ്ലീഹായിലൂടെ ഈശോയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വിജാതീയ കുടുംബം. ഒരു ദൂതനിലൂടെ ഈ മുന്നറിയിപ്പ് ലഭിക്കുന്നു. ഇതേ സമയം തന്നെ വിശുദ്ധ പത്രോസ്ലീഹായ്ക്കും ഇതുപോലൊരു മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. ആ അപ്പസ്തോലനിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു കുടുംബം. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ലിദിയായും കുടുംബവും. അതുപോലെ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പരാമർശിക്കുന്ന സ്തേഫാനോസിൻ്റെ കുടുംബം. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സഭ പ്രേക്ഷിത ചൈതന്യത്തിൽ തഴച്ച് വളർന്നപ്പോൾ അനേക കുടുംബങ്ങളിൽ ആ ചൈതന്യം വളർന്നുവെന്നും കുടുംബങ്ങളിലൂടെ സഭ വളർന്നു എന്നുമുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കുക കുടുംബം ദൈവ സ്ഥാപിതമാണ് എന്ന ചിന്തയാണ്. ഇവിടെ 2-ാം വത്തിക്കാൻ കൗൺസിൽ നമുക്കൊരു വലിയ ബോധ്യം നൽകുകയാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതും ദൃഢവുമായ ബന്ധം ഉളവാക്കുന്ന വിവാഹ ഉടമ്പടി സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ ശരിയായി രൂപപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ്. പ്രേക്ഷിത പ്രവർത്തനമെന്ന ഈ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2 പ്രധാനപ്പെട്ട ചിന്തകളാണ്. ഒന്ന്, ദമ്പതികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. 2, മക്കൾക്ക് ജന്മം നൽകി ആ മക്കളെ ശരിയായ വിധത്തിൽ പരിപോഷിപ്പിക്കുക എന്നതാണ്. സ്നേഹമുള്ള കുട്ടികളെ, ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചത് ഒരു കുടുംബത്തിലേക്കാണ്. ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ, ആ കുടുംബ പശ്ചാത്തലത്തിലാണ് ആ മകൻ വളരുന്നത്, പരിപോഷിപ്പിക്കപ്പെടുന്നത്. ഈശോ കടന്നു ചെല്ലുന്ന ധാരാളം കുടുംബങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്താനാകും. ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് പോലും കാനായിലെ കല്യാണ വീട്ടിലാണല്ലോ. 2-ാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തിന് ആ പ്രേക്ഷിത ചൈതന്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു പേര് നൽകി, ഗാർഹിക സഭ. എന്താണ് ദൈവസ്ഥാപിതമായ കുടുംബത്തിൻ്റെ വിശേഷണം? സ്നേഹം മൂലം ദൈവം സൃഷ്ടിച്ച കുടുംബത്തെ ആ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ദൈവം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള കുട്ടികളെ, കുടുംബത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനം സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും കുടുംബം ഒരു പ്രേക്ഷിത സമൂഹമാണ്. എന്താണ് പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത്? ദൈവം മനുഷ്യവർഗത്തോട് തൻ്റെ പുത്രനായ മിശിഹായിലൂടെ കാണിച്ച സ്നേഹത്തിന് ഈ ലോകത്തിൽ നമ്മൾ സാക്ഷികളാവുക എന്നതാണ് അതിന് അർത്ഥം. അൽമായ പ്രേക്ഷിതത്വം 11-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും എല്ലാവരും ചേർന്നുള്ള കുടുംബ പ്രാർത്ഥനയും വഴി നമ്മുടെ കുടുംബത്തെ ഒരു ദേവാലയമാക്കി നമ്മൾ മാറ്റുക. സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കുടുംബത്തെ ദേവാലയമാക്കുക. ഒരിക്കൽ ഒരു യുവതി എന്നോട് പറഞ്ഞു, സാറേ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിച്ച് എനിക്കൊരു ഭർത്താവിനെ കിട്ടിയാൽ എൻ്റെ പപ്പായെപ്പോലെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടണം. അതെ, ആ പിതാവ് ആ യുവതിക്ക് മുൻപിൽ എത്രയോ വലിയൊരു പ്രേക്ഷിത ചൈതന്യമാണ് കൈമാറിക്കൊടുത്തത്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, അത് സഭയിൽ വലിയ പ്രേക്ഷിത ചൈതന്യമാണ് കൈമാറുക. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു:
നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മതബോധന ക്ലാസ്സുകളെക്കാളും മതപ്രഭാഷണത്തെക്കാളും ശക്തമായ സാന്നിധ്യം ചെലുത്താനാകും. സഭയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ മാധ്യമം കുടുംബമാണ്. അതുകൊണ്ടല്ലേ സഭയിലെ ഒരു വലിയ പ്രേക്ഷിതനായ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതം അദ്ദേഹം പറഞ്ഞു വെച്ചു, രാത്രിയിൽ ഞെട്ടിയുണർന്നാൽ ഞാൻ കാണുന്നത് പ്രാർത്ഥനാമുറിയിൽ കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പപ്പായാണ്. പള്ളിയിൽ ചെന്നാൽ ഞാൻ കാണുന്നത് ഏറ്റവും മുമ്പിൽ പോയി ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്ന എൻ്റെ പപ്പായാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചു, എൻ്റെ പപ്പ എന്നോട് ഒരിക്കലും ഒരു വൈദികനാകാൻ നിർബന്ധിച്ചില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നോട് നിശബ്ദമായി സംസാരിച്ചു, നീ ഒരു വിശുദ്ധനായ വൈദികനാകണം. ഇന്നത്തെ പാഠം ഈ ക്ലാസ് ഇവിടെ പൂർത്തിയാകുമ്പോൾ നമുക്ക് അടുത്ത ഒരാഴ്ച ചെയ്യാനുള്ള 2 ഹോംവർക്കുകൾ നിങ്ങൾക്ക് നൽകുകയാണ്. ഒന്ന്, ഈശോയെ എൻ്റെ കുടുംബത്തെ പ്രേക്ഷിത ചൈതന്യമുള്ള ഒരു കുടുംബമാക്കണമേ എന്ന് ദിവസവും ഒരു 10 പ്രാവശ്യം വീതം നമുക്ക് ഈ ഒരാഴ്ച പ്രാർത്ഥിക്കാം. പ്രാവർത്തികമാക്കാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരാഴ്ച നമുക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സജീവമായി നേതൃത്വം നൽകാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ ഒരു പ്രേക്ഷിത കുടുംബങ്ങളാക്കി വളർത്താൻ ആവശ്യമായ എല്ലാ ചൈതന്യവും നമ്മളിൽ നിറയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ദൈവത്താൽ സ്ഥാപിതമായ കുടുംബം അതൊരു പ്രേക്ഷിത സമൂഹമാണെന്നുള്ള ചിന്തയോടെ ജീവിക്കാൻ, കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് പങ്കുവയ്ക്കാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയുടെ തലമായി ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്താൻ ഇടയാക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.